ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം മാധ്യമങ്ങളിലൂടെ കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ചന്ദ്രഹാസൻ വടുതല നിർവഹിച്ചു. ശില്പശാലയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന കെ അധ്യക്ഷയായി. എറണാകുളം ജില്ലാ ആരോഗ്യ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായിട്ടാണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിലും മറ്റ് പകർച്ചവ്യാധി പ്രതിരോധത്തിലും മാധ്യമങ്ങൾക്കുള്ള പങ്കെന്ന വിഷയത്തിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ചന്ദ്രഹാസൻ വടുതല ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇത്തരം കുഷ്ഠരോഗികളോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുകമ്പയും അതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു നിർവിഷത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് 1954 കാലഘട്ടത്തിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി രാജ്യത്ത് ആരംഭിക്കാൻ സാധിച്ചത്. നിയന്ത്രണ വിധേയമെന്ന് കരുതിയ പല രോഗങ്ങളും കേരളത്തിൽ കാണപ്പെടുന്നത് ആരോഗ്യ മേഖലയിൽ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. എറണാകുളം ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ഏകദിന മാധ്യമ ശില്പശാലയിൽ DMO ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ സവിത എന്നിവർ ക്ലാസുകൾ നയിച്ചു. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ, മിഥ്യാധാരണകൾ, സാമൂഹിക അവജ്ഞ, ബോധവൽക്കരണം എന്നിവയെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എറണാകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് MR ഹരികുമാർ, പ്രസ് ക്ലബ് സെക്രട്ടറി സൂഫി മുഹമ്മദ്, നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ C രോഹിണി, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രോഗ്രാം വളരെ റെയറായിട്ടാണ് അല്ലെങ്കിൽ കുറേ ആയിട്ട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും എത്ര കുറച്ച് പേര് പാർട്ടിസിപ്പേഷൻ ആയാലും നമുക്ക് മീഡിയാസിനോട് ഹെൽത്തിലെ കാര്യങ്ങൾ പറയാൻ, പ്രത്യേകിച്ചും സമൂഹത്തിലുള്ള, പ്രത്യേകിച്ച് എറണാകുളം ജില്ല എന്ന് വെച്ചാൽ ലോകത്ത് തന്നെ ശ്രദ്ധ ആർജിച്ചുകൊണ്ടുള്ള ഒരു കേരളത്തിൻ്റെ ഭാഗമാണ്. ഡയറക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ് വരുന്നത്, ടൂറിസം, അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ, അതോടൊപ്പം തന്നെ മൈഗ്രൻ്റ് ലേബറേഴ്സ്, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മൈഗ്രൻസ് ഉള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യം കൂടെ സംരക്ഷിച്ചുകൊണ്ട് പോകുമ്പോഴാണ് എറണാകുളം ജില്ലയിൽ മൊത്തത്തിലുള്ള, നമുക്ക് ട്രൈബൽ ഏരിയ കുറച്ചുണ്ട്, കോസ്റ്റൽ ഏരിയ തീരദേശ മേഖലയുണ്ട്, അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ ഒരുപാട് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.